യെസ്, കെ അനിൽകുമാർ CPM നേതാവ് കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ വിഷയത്തിൽ ഡോക്ടറെ നിങ്ങൾ തള്ളി പറയുന്നില്ല, പക്ഷേ ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് ഡോക്ടറെ തുറന്നു പറച്ചിൽ അനാവശ്യ പ്രവണത ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ഡോക്ടർക്കെതിരായ ഒരു നീക്കം കൂടിയായി മാറുകയില്ലേ? നമ്മുടെ പൊതുജനാരോഗ്യ മേഖല നല്ലതുണ്ടെങ്കിൽ നല്ലതൊന്നുണ്ടെന്ന് പറയട്ടെ, മോശപ്പെട്ടതുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടട്ടെ. ഇതുകൊണ്ട് എല്ലാം ഫിറ്റാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് അവകാശപ്പെടുന്നതിൽ കഴമ്പുണ്ടോ? മറിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയണ്ടേ? എല്ലാം ഫിറ്റാണ് എന്ന് ആരാണ് അവകാശപ്പെട്ടത്? ഇന്ത്യ രാജ്യത്ത് കേരളത്തെക്കാൾ മികച്ച ഏതെങ്കിലും ആരോഗ്യ സംവിധാനം സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നുണ്ടോ? ജനകീയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള സംവിധാനം, പ്രതിരോധ സംവിധാനം, രാജ്യ മാതൃകയാണ് കേരളം, ലോകാന്തര മാതൃകയാണ് കേരളം. അതിനർത്ഥം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കുറവുകൾ ഉണ്ടാവില്ല, കുറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണോ? ഇപ്പൊ ഇവിടെ ഒരു ഡോക്ടർ തന്നെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. 100% ഡോക്ടർമാരും മാതൃകാപരമാണ്. നല്ല ജീവനക്കാരാണ് ഭൂരിഭാഗവും. എല്ലാ ജീവനക്കാരും മാതൃകാപരമായിട്ടാണോ? അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. ഈ ഓരോ ഏറ്റക്കുറച്ചിലിനും സംസ്ഥാന സർക്കാർ മറുപടി പറയുക. ഇങ്ങനെ ഓരോരുത്തരും വടിയുമായിട്ട് ഇറങ്ങിയാൽ അത് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനെ തല്ലാൻ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കുക. അത് സർക്കാർ ജോലിക്കാരന്റെ പണിയല്ല. ഇപ്പൊ വന്ന പ്രശ്നം എന്താണ്? അവിടെ ഫലപ്രദമായി ഓപ്പറേഷൻ നടക്കുന്നു. പ്രതിമാസം 250 സർജറി നടക്കുന്ന ഒരു യൂണിറ്റാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ആ യൂണിറ്റിൽ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രം ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. കുറച്ചേറെ സർജറി കഴിയുമ്പോൾ ആ യന്ത്രത്തിന്റെ ഒരു പ്രോബിന് കേടുവരും. പകരം പ്രോബ് സ്ഥാപിക്കണം. 32,000 രൂപ വിലയുള്ള ആ പ്രോബിന് 41,000 രൂപയായിട്ട് പെട്ടെന്ന് വില മാറി. ഈ ഉയർന്ന വില ആരംഗീകാരം കൊടുക്കും? അതിന് നിയമപരമായ ഒരു പ്രക്രിയയിലൂടെ പോയില്ലെങ്കിൽ നാളെ ഓഡിറ്റുകാരെ തടസ്സപ്പെടുത്തും. ഡോക്ടർ പറഞ്ഞു നാളെ രാവിലെ വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായി. അത്തരമൊരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്ത് ഹൈദരാബാദിലെ അതിന്റെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാനുള്ള ഉത്തരവ് പണ്ടേ നൽകിയത്. അതുപ്രകാരം ഡോക്ടർ ഉന്നയിച്ച രണ്ടാം പൊക്കം ആ സാധനം ഹൈദരാബാദിന് ലഭ്യമായി. അതിനർത്ഥം എന്താണ്? ഫയലുകൾ പ്രവർത്തിച്ചിരുന്നു. അല്ല, അനിൽകുമാർ, അതിനകത്ത് തിരുത്തലുണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചത് ഇത് മാത്രമല്ല, അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടക്കുന്ന ചില മോശം അവസ്ഥകൾ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അവിടുത്തെ ഭരണപരമായ ചില പോരായ്മകളാവാം, അല്ലെങ്കിൽ നമ്മുടെ നയങ്ങളുടെ, നമ്മുടെ പോളിസികളുടെ ചില പ്രശ്നങ്ങളാവാം, എന്ത് സാങ്കേതിക പ്രശ്നമായിക്കോട്ടെ, രോഗികളെ ചികിത്സിക്കുമ്പോൾ അവശ്യ വസ്തുക്കൾ കിട്ടിയിരുന്നില്ല എന്നത് യാഥാർത്ഥ്യം ആ ഡോക്ടർ പറഞ്ഞിരുന്നു. താൻ എങ്ങനെയാണ് ഈ സാധനങ്ങൾ വാങ്ങിയിരുന്നത്, അവർക്ക് ചികിത്സ നൽകിയിരുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പലരോടും അദ്ദേഹം ദയോടെ അപേക്ഷിച്ച് സ്വകാര്യ വ്യക്തികളും രോഗികളും ഒക്കെ കൊണ്ടുതരുന്ന ഉപകരണങ്ങൾ വാങ്ങി വെച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊടുത്തിരുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ സർജറികളുടെ എണ്ണം എങ്ങനെ വർദ്ധിച്ചു? കഴിഞ്ഞ 9 കൊല്ലത്തിനിടയ്ക്ക് ഇവിടുത്തെ ജനറൽ ആശുപത്രികളിൽ സർജറികളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? യൂറോളജി ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന പല സർജറികളിൽ ഒരു സർജറി മാത്രമാണ് ഈ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ. പല സർജറികൾ അപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്ല് നീക്കം ചെയ്യുന്ന യന്ത്രവുമായി ബന്ധപ്പെട്ട പ്രോബിന്റെ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിലാണ് ഈ പ്രശ്നം ഉയർന്നു വന്നത്. അപ്പോഴും മറ്റു സർജറികൾ ഇവിടെ നടക്കുന്നു. പ്രത്യേകമായി രോഗമുള്ള ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷ കാരണം അദ്ദേഹം തന്നെ 3 മാസം കഴിഞ്ഞാണ് സർജറിക്ക് വന്നത്. വീണ്ടും നീണ്ടുപോകുന്ന ഘട്ടത്തിൽ വൈകാരികമായി ഡോക്ടർ പ്രതികരിച്ചു. പ്രശ്നം അവിടെ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിലെ ജനറൽ ആശുപത്രികളിൽ എത്രത്തോളം സൗകര്യം ഉയർന്നു. ഡയാലിസിസ് യൂണിറ്റുകൾ എത്ര പുതിയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ഹൃദയ ശസ്ത്രക്രിയ ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറി. ഇതെല്ലാം ആയതോടുകൂടി 100% ഇതെല്ലാം ക്ലിയർ ആണ്, എല്ലായിടത്തും ഓക്കെയാണ് എന്നൊരാശയം വേണ്ട. നമ്മൾ അത് ആരംഭിക്കുന്ന തരത്തിലേക്ക് എക്യുപ്പൈ ചെയ്യുമ്പോൾ അതിന്റെ യന്ത്രഭാഗങ്ങളോ ഒരു സർജറിയുടെ ഉപകരണങ്ങളോ ചിലപ്പോൾ രോഗികളുടെ ഭാഗത്തു നിന്നും സമയത്ത് അവിടെ ലഭ്യമാക്കാറുണ്ട്. അത് പുതിയ കാര്യമല്ല. 2014 ഇത് സംബന്ധിച്ചൊരു കേസ് വന്നു. കേസ് എന്തായിരുന്നു? ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു രോഗിയുടെ കുടുംബാംഗം അപേക്ഷ കൊടുത്തു. എന്റെ കുടുംബത്തിൽപ്പെട്ട ഇന്നയാളുടെ സർജറിക്ക് ഇന്ന ഉപകരണങ്ങൾ വാങ്ങി, അതിനെന്തെങ്കിലും ഒരു രേഖയുണ്ടോ? വിവരാവകാശ കമ്മീഷൻ ചോദിച്ചപ്പോൾ എന്തായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മറുപടി? ഇങ്ങനെ രോഗികളിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കാറില്ല. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട എന്താണ്? സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക ചികിത്സ നൽകുമ്പോൾ, സർജറികൾ നൽകുമ്പോൾ
ഇത്തരം സർജറിക്ക് ആവശ്യമായ സ്റ്റെന്റുകളാവട്ടെ മറ്റു ഭാഗങ്ങളാവട്ടെ രോഗികൾ നൽകാറുണ്ട്. അത് ഓരോ രോഗിക്കും ഫിറ്റായത് പ്രത്യേകമായി വാങ്ങേണ്ടതുണ്ട്. ഒരു രോഗിക്ക് ഫിറ്റായ ഒരു സ്റ്റെന്റ് വാങ്ങുമ്പോൾ അതിന് പ്രത്യേക കൊട്ടേഷൻ വിളിക്കാൻ പറ്റുമോ? അതിനാവശ്യമായ നിർമ്മാണം നടത്താൻ പറ്റുമോ? ഉദാഹരണമായിട്ട് നമ്മൾ പല്ലെടുക്കുന്നു, അല്ല പല്ലിന്റെ സ്ഥാനത്ത് പുതിയ പല്ല് വെക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തിയുടെയും പല്ലിന്റെ അളവെടുത്തിട്ട് അതിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് ആവശ്യപ്പെടുന്നത്. അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്ത് അത് പല്ല് ലഭ്യമാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാവുക? അങ്ങനെ ടെൻഡർ വിളിക്കാൻ പോയ കാര്യം നടക്കുമോ? ദന്തൽ ആശുപത്രിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ പല്ലെടുത്തിട്ട് പകരം വെക്കുമ്പോൾ പല്ലെടുത്തിട്ട് പകരം വെക്കുമ്പോൾ ആ പല്ല് റീപ്ലേസ് ചെയ്യാൻ ആവശ്യമായ കൃത്രിമ പല്ലെന്ന് പറയുന്നത് സ്വകാര്യ ലാബിൽ നിന്ന് വാങ്ങുന്നതിന്റെ പണം രോഗി മുടക്കും. ഇങ്ങനെ ചെയ്യുന്നത് രേഖപ്പെടുത്തണം എന്ന പുതിയ തീരുമാനം 2014 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഞാൻ ഹാജരാക്കാം. നമുക്ക് മുന്നിലെ വിഷയം ഇത്തരം താരതമ്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ പൊതു മേഖലകളിലേക്ക്, പൊതു ജനാരോഗ്യ മേഖലയിലേക്ക്, സർക്കാർ ആശുപത്രികളിലേക്ക് കൂടുതലായ രോഗികൾ വരുന്നു, കൂടുതലായ ശസ്ത്രക്രിയകൾ അവിടെ നടക്കുന്നു, താരതമ്യേന ഭേദപ്പെട്ട സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇതൊന്നും കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതൊക്കെ കണക്കുകൾ കൃത്യമാണ്, അത് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഉയരുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നെങ്കിലും ചില പരാതികൾ ഉയരുന്നുണ്ട്. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു ഉദാഹരണം കാണിക്കാം. ഞങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. അവിടെ ഈ അമ്മയും കുഞ്ഞിനും സൗജന്യ ചികിത്സാ പദ്ധതി പ്രകാരം സൗജന്യമായി നൽകേണ്ട ചികിത്സ അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മുടങ്ങിക്കിടക്കുകയാണ്. അതിന് കാരണം ഫണ്ടിൻ്റെ ലഭ്യതക്കുറവാണ്. അതിന് ആ ലഭ്യതക്കുറവിൻ്റെ കാരണം ഇനിയും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിലെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കപ്പെടണ്ടേ? അത് തിരുത്തപ്പെടേണ്ട പോകണ്ടേ? അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയ്ക്കെതിരായ ഒരു നീക്കമായി കരുതേണ്ടതുണ്ടോ? അങ്ങ് വളരെ ശരിയായിട്ടാണ് ഇപ്പൊ ഈ കാര്യം പറഞ്ഞത്. ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്, സത്യം. അത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്, അത് സത്യം. അതിന് പകരം എന്താ ചെയ്തത്? കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലേക്കും ഇന്നലെ അക്രമാസക്ത സമരമായിരുന്നു. സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കുക, സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ സമരം ചെയ്തിട്ട് അവിടെ വരുന്ന ക്യാൻസർ രോഗിയുടെ കാറ് തല്ലിപ്പൊട്ടിക്കുക. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? ഏത് ആശുപത്രിയിൽ വരുന്ന ക്യാൻസർ രോഗിയുടെ വണ്ടിയുടെ കാറിന്റെ ചില്ല് തല്ലിപ്പൊട്ടിക്കുക. കോട്ടയത്ത് കോൺഗ്രസ്സുകാർ ഇത് അക്രമമാണ്. ഇത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഉടനെ ഒരു ക്യാൻസർ രോഗി എന്താ പഠിച്ചത്? അദ്ദേഹത്തിന് ചികിത്സ കിട്ടിയ അവിടുന്ന്. ചികിത്സ കിട്ടിയ ആ രോഗിയുടെ വണ്ടിയെ തല്ലിപ്പൊട്ടിക്കുക. ഇതാണോ കേരളത്തിൽ നടക്കുന്നത്? നിങ്ങൾ ശരിയായ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. പ്രതിപക്ഷം മറ്റൊരു തരത്തിൽ പെരുമാറുന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തോടാണ് മറുപടി പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ, ഡോക്ടർമാർ, ജീവനക്കാർ ഉൾപ്പെടെ ആര് ഈ വിഷയത്തിനകത്തും ഉണ്ടാകേണ്ട പരിഹാരങ്ങളെ സംബന്ധിച്ചും ആവശ്യങ്ങളെ സംബന്ധിച്ചും പറയണമല്ലോ. നമ്മളെന്തിനാണ് ഗ്രാമസഭ വിളിക്കുന്നത്? നമ്മളെന്തിനാണ് ഓരോ കാര്യങ്ങളും ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പോണത്? കേൾക്കാനാണ്. തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ഇപ്പം ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ തന്നെ ഇപ്പം ഹാരിസിനെ മുഖ്യമന്ത്രി അദ്ദേഹം മികച്ച ഒരു ഡോക്ടറാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുപറ്റി എന്ന രീതിയിൽ പരാമർശിക്കുന്നു. ഇപ്പോൾ വന്നു നോക്കൂ, മന്ത്രി സജി ചെറിയാനിലേക്കൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഡോക്ടറിന് മറ്റെന്തോ ഒരു അജണ്ടയുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല നിലനിൽക്കുന്നത് അത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ, സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളുടെ പ്രസക്തി മാത്രമല്ല, അതിനപ്പുറം ഈ മേഖലയെ ആ രീതിയിൽ കാണുന്ന ഒരു വലിയ വിഭാഗം പ്രവർത്തകരുടെ കൂടി പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകളുടെ വളരെ രീതിയിൽ അദ്ദേഹത്തിന് സ്വകാര്യ മേഖലയിൽ പോകാൻ വേണമെങ്കിൽ ജോലി ചെയ്യാൻ, പക്ഷേ അദ്ദേഹം പൊതുമേഖലയിൽ തന്നെ നിൽക്കണം, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിൽക്കുന്ന, കൈക്കൂലി വാങ്ങാത്ത അങ്ങനെ നിരവധി ആളുകളെ കൂടി പിന്തുണയിലാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരു മോശം സന്ദേശം നൽകുന്ന നീക്കമുണ്ടാവുന്നത് ശരിയാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ വീടുകളിൽ സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചപ്പോൾ ഇവർക്കെല്ലാം ഉയർന്ന ശമ്പളം ഉണ്ടാക്കി കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ശമ്പളം കിട്ടുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാണ്. ആരും സൗജന്യമായിട്ടല്ല ജോലി എടുക്കുന്നത്. അവർക്ക് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സ്വകാര്യ പ്രാക്ടീസ് പാടില്ല. സിമി ടീച്ചറുടെ കാലത്ത്, VS സർക്കാരിന്റെ കാലത്താണ് തീരുമാനം എടുത്തത്. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം യുദ്ധമായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഹാരിസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡോക്ടർ ഹാരിസ് വ്യക്തിപരമായി താല്പര്യമെടുക്കുന്ന പോലെ ആവില്ല ഒരു സംവിധാനത്തിൽ എല്ലാവരും പ്രവർത്തിക്കുക. അപ്പൊ ഹാരിസ് പറയുകയാണ് എനിക്ക് യന്ത്രത്തിന്റെ ഇതൊന്ന് മാറി പെട്ടെന്ന് കിട്ടണം, ഉയർന്ന വില കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ വേറൊരു ഡോക്ടർ അതുപോലെ 10 എണ്ണം വാങ്ങിക്കും, അതിന്റെ കമ്മീഷൻ വാങ്ങിക്കും. ഇത് ഒരാളോട് ഇങ്ങനെ വേറൊരാളോട് ഇങ്ങനെയും സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു സിസ്റ്റം പ്രവർത്തിക്കുമ്പോൾ സിസ്റ്റം അഴിമതിരഹിതമായി പ്രവർത്തിക്കണം. അതിന് നിയന്ത്രണങ്ങൾ വരും. ആ നിയന്ത്രണങ്ങളൊന്നും എനിക്ക് പാടില്ല എന്നൊരു ഡോക്ടർ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആത്മാർത്ഥതയും വെച്ചിട്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള ഒരു അനുഭവം നമുക്കുണ്ട്. കോവിഡ് വന്നു, അപ്പൊ PPE കിറ്റില്ല.
ഒരു 15,000 PPE കിറ്റ് ഉയർന്ന വില കൊടുത്ത് വാങ്ങിയതിനാണ് ശ്രീമതി ടീച്ചറെ കോവിഡ് കള്ളി എന്ന് വിളിക്കുന്നത്. സോറി, ശൈലജ ടീച്ചറെ കോവിഡ് കള്ളി എന്ന് വിളിക്കുന്നത്, ശൈലജ ടീച്ചറെ. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിൽ നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാനാവൂ. ശരി. ഇതുപോലെ ചില യന്ത്രഭാഗങ്ങൾ വരുമ്പോൾ വേഗത്തിൽ ലഭ്യമാകണമെന്നുള്ള ഡോക്ടറുടെ ആവശ്യം ന്യായമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. അതിനപ്പുറം പ്രതിപക്ഷം ഇതുപയോഗിച്ച് ആരോഗ്യ മേഖലയെ തകർക്കാൻ പോയാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആരോഗ്യ മേഖല എന്താണെന്ന് ജനങ്ങൾ വീണ്ടും ഓർക്കും. അതാണ് ഞങ്ങൾ പറയുന്നത്. ശരി, വളരെ നന്ദി കെ അനിൽകുമാർ, CPM പ്രതിനിധി. ഇതാണ് CPMന്റെ ഈ വിഷയത്തിലെ നിലപാട്. പക്ഷേ നമുക്ക് ഉയർത്താനുള്ള ഒരു ചോദ്യം ഇതാണ്: സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല എല്ലാവർക്കും മാതൃകയായ രീതിയിൽ സർക്കാർ അവകാശപ്പെടുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സർക്കാരും സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും മാത്രമല്ല, പൊതുജനാരോഗ്യ മേഖലയിലെ ഇത്തരം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവരുടെ നിലപാടുകൾ കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാവണം. അതുകൊണ്ട് അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടി ശരിയോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്കും വയ്ക്കാനുള്ളത്.